മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അതിനപ്പുറത്തേക്ക് അധ്യക്ഷ എന്ന നിലയിൽ കുറെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ഏതായാലും നിങ്ങളോട് പറയാം. നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒട്ടനവധി മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി ഒന്നും പരിഹരിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, അതൊരു ശരിക്കും ഭരണകൂടവും അതിൽ വരുന്ന ഉദ്യോഗസ്ഥരും പിന്നെ എന്താ പറയുക, PSC പബ്ലിക് സർവീസ് ആണെങ്കിലും യാതൊരു സർവീസ് മൈൻഡും ഇല്ലാത്ത കുറേ ആളുകൾ പിന്നെ ഉദ്യോഗസ്ഥരായി വരികയും ഒരു സെന്റിമീറ്ററിന്റെ കാര്യത്തിലൊക്കെ എഞ്ചിനീയർമാരോട് അടികൂടി അല്ലെങ്കിൽ അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ അവരുടെ ഫയൽ തടഞ്ഞു വെക്കുന്നൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. 1-2 തവണ ഒരു എഞ്ചിനീയർക്ക് അറിയുന്നത്, ഒരു ഓവർസിയർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എഞ്ചിനീയർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരമുള്ള ബൈലോസ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആക്റ്റോ റൂളോ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആരാടാ നമ്മളെ പഠിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഫയൽ ഇവിടെ നിൽക്കട്ടെ എന്നുള്ളത് ചിന്തയിൽ കുറെ ചളഞ്ഞു വെച്ച കേസുകളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കാരണം അത് അങ്ങനെയാണ്. പക്ഷെ ഇവരെയൊക്കെ ഒന്ന് മാറ്റാനല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷ എന്ന നിലയിലോട്ട് അനവധി ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഇനി ഞാൻ പറയില്ല, തിരിഞ്ഞ പൊളിറ്റിക്സോടെ പറയുകയാണ്. കാലം മാറും, എന്നും ഒരാൾ രാജാവുന്നില്ല. കാലം മാറുന്നവർക്കൊക്കെ ഉള്ളതൊക്കെ നമുക്കപ്പോൾ അതിനനുസരിച്ച് തീരുമാനിക്കാം. കുറെ ആൾക്കാരെ പ്രയാസപ്പെടുത്തിയിട്ട് നമുക്കറിയുന്ന ഒട്ടനവധി നല്ല എഞ്ചിനീയർമാരെ മാനസികമായി പ്രയാസപ്പെടുത്തി ക്ലൈന്റിന്റെ അടുത്ത് നിന്ന് നല്ല ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്ന LBS-മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളതാണ്. രാഷ്ട്രീയം എന്ന ഈ ഒരു വർക്കിങ്ങിൽ നിലനിൽക്കുന്നില്ലെങ്കിലും ചിലതൊക്കെ എടുത്തു വെച്ചത് വിധിയുണ്ടെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ട്. കാലം എന്തായാലും മാറും. എല്ലാ സമയത്തും ഒരാൾ ഭരണാധികാരിയോ സ്റ്റേറ്റ് ഭരണമായാലും മുനിസിപ്പൽ ഭരണമായാലും MLA ആയാലും ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നുള്ള അഹങ്കാരമൊന്നുമില്ല. 5 വർഷക്കാലം ഒരു മനുഷ്യന് ദൈവാനുഗ്രഹം പോലെ സഹജീവികളെ സ്നേഹിക്കാനും പരിപാലിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ദൈവം തരുന്ന ഒരു അധികാരമാണ്. പക്ഷെ അത് വെച്ചിട്ട് പല ആളുകളും PSC കിട്ടിയവർ പ്രത്യേകിച്ചും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പറഞ്ഞു പരിഹരിക്കാനുള്ള ഒരു ശ്രമം സ്പ്രെഡിന്റെ കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വന്ന് അവർ അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരോടൊക്കെ വളരെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും വളരെ ചെറിയ ചെറിയ തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷമില്ല. ശരിക്കും ഈ ആക്റ്റും റൂളൊക്കെ എന്തിനാന്ന് വെച്ചാൽ അത് മറ്റൊരാൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മളുടെ ബിൽഡിങ്ങിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പിന്നെ ഡിസേബിൾ ആയ ഒരാൾ വരുമ്പോൾ അയാൾക്ക് അനുയോജ്യമായ ടോയ്ലറ്റ് വേണം, അയാൾക്ക് അനുയോജ്യമായ റാമ്പ് വേണം. ബിൽഡിംഗ് ആകുമ്പോൾ തൊട്ടപ്പുറത്തുള്ളവർക്ക് പ്രയാസം വരാതിരിക്കാനുള്ള സെറ്റ്ബാക്കുകൾ വേണം. അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അതിനാണ് ശരിക്കും ബിൽഡിംഗ് റൂൾ ഉണ്ടാക്കിയിരുന്നത്. അതിനും ആ ഒരു ബിൽഡിംഗ് റൂളിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ആക്ടിൽ എഴുതി വെച്ച പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇതാണ് നിയമത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് മാറിയിക്കണമെങ്കിൽ ഈ ബിൽഡിംഗ് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള അനാസ്ഥയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. വേദനാജനകരമാണ്. അതേപോലെ നമുക്കറിയാം, ഗൾഫിലൊക്കെ പോയി ഒരുപാട് സമ്പാദിച്ചിട്ട് തൻ്റെ സമ്പാദ്യം മുഴുവനും കൂട്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിൽ നമ്മളുടെ അല്ലെങ്കിൽ എഞ്ചിനീയർമാരും ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം അതിൽ മാക്സിമം ബിൽഡിങ്ങുകൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരിത് മാറ്റിവെക്കാനും ആണ് ശ്രമിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ മാക്സിമം അതിൻ്റെ പോരായ്മകൾ ക്ലിയർ ചെയ്തുകൊണ്ട് വേണം പിന്നെ ഫയലുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒട്ടനവധി പാവപ്പെട്ട ആളുകൾ അവരുടെ ഗൾഫിലെ സമ്പാദ്യം മുഴുവനും ഉപയോഗിച്ച് പ്രായമാകുമ്പോൾ നമുക്കൊരു വരുമാനം കിട്ടണമെന്ന് കരുതി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വരുമ്പോൾ അതിൻ്റെ എല്ലാ വഴികളും പൂർത്തീകരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാകും അതിൻ്റെ സ്റ്റെയർകേസിന് ഒരല്പം ഉയരം കൂടുതലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിലേക്ക് ഇരട്ടി പണി എടുക്കണം. ചെയ്യാനൊക്കെ പറ്റും, പല പല ആശയങ്ങളുണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും അതിന് വേണ്ടിയിട്ട് ഇത് പ്രശ്നമായി ഇതിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പിന്നെ വരുന്ന ആരാതെന്നറിയാമോ? എഞ്ചിനീയർ വരില്ല നമ്മളെ കാണാൻ. ഈ വയസ്സായ ആൾ വഴി കൂട്ടി നമ്മളെടുത്ത് വന്നിട്ട് പറയും, മേഡം ഇതിൻ്റെ ബിൽഡിംഗാണ്, ഇതിലിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സത്യം പറയാം, ആളുകൾ അങ്ങനെ വിടരുത്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളത് മാക്സിമം നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് അത് മാറ്റി കൊടുക്കാനും കൂടി, അല്ലെങ്കിൽ പരമാവധി മറ്റുള്ളവർക്ക് പ്രയാസം, നിങ്ങളെ സമീപിക്കുന്ന ആൾക്ക് പ്രയാസമില്ലാതെ അവരുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിൽ നിങ്ങളുടെ ബിൽഡിങ്ങുകളുടെ അതിൻ്റെ ഒരു സ്ട്രക്ചർ വാർത്ത കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെറിയ പ്ലോട്ടിൽ വലിയ കൺസ്ട്രക്ഷനുകളും കൂടിയ വലിയ സ്ട്രക്ചറിൽ കൺസ്ട്രക്ഷനിൽ നടത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിലൊക്കെ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ മാക്സിമം ബിൽഡിംഗ് റൂളും ആക്റ്റൊക്കെ പാലിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു.